Hi friends, welcome to Techispace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെല്ലാ ആഴ്ചയും നമ്മുടെ ചാനൽ പുതിയ ഗീവുകളൊക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് M11 അൺബോക്സിംഗ് റിവ്യൂ ആണ്. സാംസങ് M11 നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫോണാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ക്യാമറ റിവ്യൂ, ഗെയിമിംഗ്, PUBG ഗെയിമിംഗ് എല്ലാ റിവ്യൂകളും നമ്മൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗിവുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗിവുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും പങ്കെടുക്കാം. നിങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ നേടാം. അപ്പം ഒരുവിധം നല്ലൊരു ബഡ്ജറ്റിലാണ് സാംസങ് M11 ഇറങ്ങിയിരിക്കുന്നത്. ഒരല്പം ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു 12 രൂപ മുതൽ 15 രൂപ റേറ്റിലാണ് നമുക്ക് സാംസങ് ഗാലക്സി M11 ലഭിക്കുന്നത്. നമുക്ക് 2 വേരിയൻ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. 3GB റാം 32GB ഇൻറ്റേർണൽ വേരിയൻറ്റും 4GB റാം 64GB ഇൻറ്റേർണൽ വേരിയൻറ്റും ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. കളർ ഓപ്ഷൻ നമുക്ക് 3 കളർ വേരിയൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ബ്ലാക്ക്, ബ്ലൂ, വയലറ്റ് എന്നീ കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് റിയർ ക്യാമറ വരുന്നത് 13 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറയാണ്. അതുപോലെ ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. അതോടൊപ്പം 5000 mAh ബാറ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്കപ്പോൾ സാംസങ് M11 തുറന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാംസങ്ങിൻ്റെ പതിവ് പോലെ തന്നെയുള്ള ഒരു ബോക്സാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. 3GB റാം 32GB ഇൻറ്റേർണൽ മോഡലാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ബോക്സിൻ്റെ പിൻഭാഗത്തൊന്നും കാര്യമായിട്ട് ഡീറ്റെയിൽസ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്കിനി സീല് പൊട്ടിച്ച് ബോക്സ് തുറന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് പതിവ് പോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, റീജിയണൽ ലോക്ക് ഗൈഡ്, വാറണ്ടി കാർഡ് ഒക്കെ നമുക്ക് ഡോക്യുമെൻറ്റേഷനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് സാംസങ് M11 ഒപ്പം ഒരു കേസ്, നമുക്ക് മൊബൈൽ കേസ് നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് ബോക്സിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ചാർജർ ബ്രിക്ക്, അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിം ഇജക്ടർ ടൂളും നമുക്ക് ബോക്സിൻ്റെ ഒപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഫോണിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു മീഡിയം സ്റ്റൈലിഷ് ഡിസൈനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു സാംസങ് ഫോണുകളിൽ കാണുന്ന കോമൺ ഡിസൈനൊക്കെ തന്നെയാണ്. 13 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ റിയർ ക്യാമറയാണ് സാംസങ് ഗാലക്സി M11 വരുന്നത്. നമുക്ക് ഫോണിൻ്റെ താഴെ USB ചാർജിങ് പോർട്ട്, സ്പീക്കറൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഇയർഫോൺ ജാക്ക് വരുന്നത് ടോപ്പിലാണ്. നമുക്കപ്പോൾ ഈ ഫോണൊന്ന് ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഫോൺ ഓണായി വന്നിരിക്കുകയാണ്. വളരെ സ്മൂത്തായിട്ടുള്ള റെസ്പോൺസീവ് ഡിസൈനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സാംസങ് ഗാലക്സി M11 നമുക്ക് സൂപ്പർ എമോൾഡ് ഡിസ്പ്ലേ അല്ല നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. സാംസങ് M11 സാംസങ്ങിൻ്റെ തന്നെ 1 യൂസർ ഇൻ്റർഫേസ് ആണ് വരുന്നത്. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ March 1. 32GB ഇൻറ്റേർണൽ സ്റ്റോറേജിൽ 20.9GB ആണ് യൂസേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. 11.1GB സിസ്റ്റം റിസർവ്ഡ് ആണ്. നമുക്കിനി ഡിവൈസിൻ്റെ സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പൊതുവേ സാംസങ്ങിൻ്റെ ഫോണുകൾക്കൊക്കെ നമുക്ക് കുറഞ്ഞ സാർ വാല്യൂ ആണ് കാണാറുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും 0.048 ആണ് സാർ വാല്യൂ വരുന്നത്. ഇനി നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെയും ഫേസ് റെക്കഗ്നീഷൻ്റെയും വർക്കിംഗ് എഫിഷ്യൻസി ഒന്ന് നോക്കാം. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്ത് ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നീഷൻ ആണെങ്കിലും യാതൊരുവിധ ഇഷ്യൂ ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും നമുക്ക് യാതൊരുവിധ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. ഇനി നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണോ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടാണോ വരുന്നത് നോക്കാം. നമുക്ക് സാംസങ് M11 ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. നമുക്ക് ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പനോരമ, പ്രോ മോഡ്, ലൈവ് ഫോക്കസ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, അതുപോലെ തന്നെ വൈഡ് ആംഗിൾ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് റിയർ ക്യാമറയിൽ 180p 720p വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്താണെങ്കിൽ നമുക്ക് 180p വീഡിയോ 720p വീഡിയോയും നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ ലൈവ് ഫോക്കസ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ് എന്നീ 3 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാമറ റിവ്യൂ നമ്മൾ വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് സാംസങ് M11 ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ മാത്രമാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ PUBG ഗെയിമുകളാണെങ്കിലും PES ആണെങ്കിലും ഒക്കെ കളിച്ച് നോക്കിയിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബാറ്ററി ടെസ്റ്റും ക്യാമറ പെർഫോമൻസും എല്ലാം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ആഴ്ചയും നമ്മുടെ ചാനലിൽ പുതിയ ഗിവുകളൊക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങളും നേടാം.